നടൻ ബാലയുടെ സ്നേഹത്തിനും ചതിക്കും ഇരയായ പാവം പെണ്ണ് എന്നാണ് എലിസബത്തിനെക്കുറിച്ച് ആരാധകർ പറയാറുള്ളത്. മുൻകാല ജീവിതത്തിൽ തനിക്ക് സംഭവിച്ച തെറ്റുകളിൽ ആരെയും കുറ്റപ്പെടുത്താനോ ഇരയായെന്ന് വാദിക്കാനോ നിൽക്കാതെ ബാലയുടെ ജീവിതത്തിൽ നിന്നും സ്വയം ഇറങ്ങിപ്പോയ എലിസബത്ത് ഇപ്പോൾ സ്വന്തം കരിയർ മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിലാണ്. അതിന്റെ ഭാഗമായി ഒരു സന്തോഷ വാർത്തയാണ് എലിസബത്ത് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. അഹമ്മദാബാദിലെ ഒരു ഹോസ്പിറ്റലിൽ താൻ MD പഠനത്തിന് ജോയിൻ ചെയ്തെന്ന സന്തോഷ വാർത്ത എലിസബത്താണ് പങ്കുവച്ചത്. തുടർന്ന് നിരവധി പേരാണ് എലിസബത്തിന് ആശംസകൾ അറിയിച്ചെത്തിയിരിക്കുന്നത്. ജീവിതത്തിൽ ഒട്ടേറെ പ്രതിസന്ധികൾ നേരിട്ടിട്ടും സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് എലിസബത്ത്. നിരന്തരം പലതരത്തിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങാറുണ്ടെങ്കിലും തനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും യാതൊന്നും തന്നെ എലിസബത്തിനെ വിലക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. തന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ യൂട്യൂബ് ചാനലും എലിസബത്ത് തുടങ്ങിയിരുന്നു. മാനസികാരോഗ്യം, മോട്ടിവേഷൻ സ്പീച്ചുകൾ, വ്ളോഗുകൾ, ഷോർട്സുകൾ എന്നിവ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ എലിസബത്ത് പ്രദർശിപ്പിക്കാറുണ്ട്. ബാലയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച ശേഷം അഹമ്മദാബാദിലേക്ക് പോയ എലിസബത്ത് ഇപ്പോൾ അവധിക്കായി നാട്ടിലെത്തിയിട്ടുണ്ട്. എലിസബത്ത് യൂട്യൂബിൽ പങ്കുവച്ച ഒരു വീഡിയോയും ദിവസങ്ങൾക്ക് മുമ്പ് ശ്രദ്ധ നേടിയിരുന്നു. വിവാഹ വസ്ത്രത്തിലാണ് എലിസബത്ത് വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടത്. ബാലയുമായുള്ള വിവാഹശേഷം നടന്ന സൽക്കാര ചടങ്ങിൽ ചുവന്ന നിറത്തിലുള്ള ഹെവി ലെഹങ്കയായിരുന്നു എലിസബത്ത് ധരിച്ചിരുന്നത്. സോഷ്യൽ മീഡിയയിൽ എലിസബത്തിനെ ആദ്യമായി കാണുന്നതും ആ വിവാഹ വസ്ത്രത്തിലായിരുന്നു. വിവാഹം കഴിഞ്ഞ് 2.5 വർഷം കഴിഞ്ഞിട്ടും ഒരിക്കൽ പോലും ആ വിവാഹ വസ്ത്രം എലിസബത്ത് വീണ്ടും ധരിച്ചിരുന്നില്ല. ശരീരഭാരം കുറഞ്ഞതിനാലാണ് എലിസബത്ത് വീണ്ടും ഈ വിവാഹ വസ്ത്രം എടുത്തണിഞ്ഞത്. ഈ ഡ്രസ്സിലാകും യൂട്യൂബ് ചാനലിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ ആളുകൾ എന്നെ കൂടുതലും കണ്ടിട്ടുണ്ടാവുക. അത് കഴിഞ്ഞ് പിന്നീട് എനിക്ക് ഈ ഡ്രസ്സ് കൊള്ളാതെയായി. കാരണം ഞാൻ പിന്നീട് തടി വെച്ചു. ഇപ്പോൾ ഈ ഡ്രസ്സ് എനിക്ക് ലൂസാണ്. പഴയ ഡ്രസ്സുകളിൽ നിന്നും എനിക്ക് പാകമാകുന്നത് ഞാൻ ഇപ്പോൾ വീണ്ടും തപ്പിയെടുത്തിട്ടുണ്ട്. വീട്ടിലായതിനാൽ ഒരുപാട് സമയമുണ്ട്. പുറത്തു പോകാനും കഴിയുന്നില്ല. അതിനുള്ള എനർജി എനിക്കില്ല. അങ്ങനെ തപ്പിയെടുത്തപ്പോഴാണ് ഈ ഡ്രസ്സ് എനിക്ക് കിട്ടിയത്. അന്ന് നല്ല മേക്കപ്പൊക്കെ ചെയ്താണ് ഈ ഡ്രസ്സ് ധരിച്ചിരുന്നത്. ഇപ്പോൾ ഇത് വീണ്ടും ധരിച്ചപ്പോൾ എങ്ങനെയുണ്ടെന്ന അഭിപ്രായം പറയണം. അടുത്ത നവരാത്രിക്ക് ഈ ഡ്രസ്സ് ധരിച്ചു പോയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് എന്നാണ് എലിസബത്ത് പറഞ്ഞത്. എന്നാൽ വിവാഹത്തിന് ധരിച്ച ലെഹങ്കയാണെന്ന് എലിസബത്ത് എവിടെയും എടുത്തു പറയുന്നുമില്ല. വീഡിയോ വൈറലായതോടെ വിവാഹ വസ്ത്രമല്ലേ എന്ന് ചോദിച്ച് നിരവധി പേർ എത്തിയിട്ടുണ്ട്. ബാല അടുത്തിടെ വീണ്ടും വിവാഹിതനായിരുന്നു. മുറപ്പെണ്ണ് കോകിലയെയാണ് താരം വിവാഹം ചെയ്തത്. വിവാഹത്തിന് ശേഷം കൊച്ചി വിട്ട ബാല ഇപ്പോൾ വൈക്കത്താണ് താമസിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.